ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രണ്ട് ഓപ്പൺ ഷർട്ടും അതുപോലെ തന്നെ ഒരു പാൻറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏതാണ്ട് ഒരു കോഡ് സെറ്റ് രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. 7 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്തിരിക്കുന്നത്. 2.5 മീറ്റർ ക്ലോത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിത് ഇവിടെ ക്ലോത്തിനെ ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ക്ലോത്തിൻ്റെ കരഭാഗം വരുന്ന ഭാഗം, ഫോൾഡിംഗ് അല്ല, കരയുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു സൈഡ്, ആ സൈഡ് ഭാഗം വരുന്നത് ഇവിടെയാണ് കിട്ടുക നമുക്ക്. അപ്പോൾ ആ കിട്ടിയ ഭാഗം നേരെ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുക കേട്ടോ. ഇപ്പം ഞാൻ നേരെ തിരിച്ച് എൻ്റെ അടുത്ത് ആ ഒരു കരഭാഗം വരുന്ന ആ ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. അതായത് ഓപ്പൺ വരുന്ന ഭാഗം ആ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇറക്കം നോക്കാം. ഇറക്കം എന്ന് പറയുന്നത് ഷോൾഡർ മുതൽ ഒരു ഷർട്ടിന് വേണ്ടുന്ന ഇറക്കം അത്രയാണ് കേട്ടോ എടുക്കേണ്ടത്. ഒത്തിരി ലെങ്ത്ത് കൊടുക്കേണ്ട. നമ്മളൊരു കുഞ്ഞ് ഷർട്ടൊക്കെ ഇടുമ്പോൾ എത്രയാണോ ലെങ്ത്ത് കിട്ടുക അതാണ് കേട്ടോ എടുക്കേണ്ടത്. എനിക്ക് വേണ്ടുന്ന ഇറക്കം എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ചിൻ്റെ കൂടെ മുകൾ വശം ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് വേണം. അതുപോലെ താഴ്വശം ഷർട്ട് രീതിയിലായതുകൊണ്ട് തന്നെ 1 ഇഞ്ച് വീതി വേണം നമുക്ക്. 1/2 ഇഞ്ച് ഉള്ളിലേക്കും 1/2 ഇഞ്ച് പുറത്തോട്ടും എന്ന രീതിയിൽ 1 ഇഞ്ച് വീതിയാണ് നമുക്ക് താഴ്വശത്തെ തയ്യൽ തുമ്പ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 19.5 ഇഞ്ച് കറക്റ്റായിട്ട് 19.5 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ആ ഒരു കരഭാഗം വരുന്ന അല്ലെങ്കിൽ ഓപ്പണിംഗ് ആയി വരുന്ന ആ ഒരു ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് കരഭാഗം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് 1.5 ഇഞ്ച് എടുത്തിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. മാക്സിമം കരഭാഗം കിട്ടുന്ന വിധത്തിൽ വെച്ചിട്ട് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതാ ഇവിടെ കൃത്യമായിട്ട് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരിക്കലും മറന്നു പോവരുത്. കാരണം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ വെക്കുന്നത് കൊണ്ട് തന്നെ ആ 1 ഇഞ്ച് എക്സ്ട്രാ വേണം. അത് മറന്നാൽ നമ്മുടെ ഡ്രസ്സ് ടൈറ്റ് ആയിപ്പോവും. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരളവ്, ടൈറ്റ് പിടിച്ചിട്ട് എടുക്കേണ്ട, ചെറിയൊരു ലൂസ്, അത് നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്ന വിധത്തിലുള്ള ഒരു ലൂസ്, അതായത് നോർമൽ ഡ്രസ്സിന് എടുക്കുന്ന ആ ഒരളവ് എടുക്കുക. എനിക്കത് കിട്ടിയിരിക്കുന്നത് 24 ഇഞ്ചാണ് കേട്ടോ. 24 ഇഞ്ചിൻ്റെ 4ൽ 1 ഭാഗമാണ് നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ 2ആയിട്ടേ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ. വീണ്ടും 2 പീസ് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ 24ൻ്റെ 4ൽ 1 ഭാഗം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ഈ 6 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോഡ് സെറ്റ് പോലെ അല്ലെങ്കിൽ നെറ്റ് ഡ്രസ്സ് പോലുള്ള ഡ്രസ്സിനൊക്കെ കുറച്ച് ലൂസ് വേണം. അത് ടൈറ്റായി നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് ലൂസും എടുക്കുന്നുണ്ട്. ഇത്രമാത്രം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടിയ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4ൽ 1 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും 1 ഇഞ്ച് ലൂസും ഇത് നമ്മൾ മാർക്ക് ചെയ്യുക. കറക്റ്റ് നമ്മുടെ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ ഫസ്റ്റ്, ആ ലൈനിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് ടോട്ടൽ 8 ഇഞ്ചാണ് വേണ്ടത്. ആ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ വീതി 9 ഇഞ്ചാണ് വരുന്നത്. 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തത്, അതിന് ശേഷം 8 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക് പോർഷനും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പീസിനെ ഇവിടുന്ന് മാറ്റാം. ഫ്രണ്ട് പോർഷന് നമുക്ക് വീണ്ടും എടുക്കാം. ഇപ്പോൾ അത് മാറ്റി വെക്കുക. ശേഷം എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് ആ ഒരു പീസിനെ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഇത് ബാക്ക് പോർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ഫ്രണ്ട് പോർഷൻ എടുത്ത അതേ ഇറക്കം, അതായത് 19.5 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവ് 6 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് 7 ഇഞ്ച്, അതുപോലെ 1 ഇഞ്ച് ലൂസ്, അങ്ങനെ ടോട്ടൽ നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ഒത്തിരി വീതി കാണുന്നുണ്ട്. അപ്പോൾ ആ വീതി കുറച്ച് കറക്റ്റ് 8 ഇഞ്ച് വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതായത് നമുക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് വേണ്ടത് അതിൻ്റെ 4ൽ 1 ഭാഗം പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും 1 ഇഞ്ച് ലൂസും, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത 1 ഇഞ്ചിൻ്റെ മുകളിലൂടെ വേണം നമ്മൾ എന്ത് വെക്കാൻ വേണ്ടിയിട്ട്, ബാക്ക് പോർഷൻ വെക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ബാക്ക് പോർഷൻ മുകളിലും ഫ്രണ്ട് പോർഷൻ താഴെയുമാണ് വരുന്നത്. നോർമലി അങ്ങനെയല്ലല്ലോ, ഇവിടെ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത് ഓർമ്മ വേണം. അത് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അത് വീണ്ടും പറയുന്നത് കേട്ടോ. ഇപ്പോൾ ക്ലോത്ത് ഇവിടെ കൃത്യമായിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുമ്പോൾ ഇതാ ഈ മുകളിലുള്ള പീസ് കണ്ടോ, ആ ഒരു പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം അളവുകൾ മാർക്ക് ചെയ്യാൻ.
ആദ്യം തന്നെ നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. കോളർ നെക്കായതുകൊണ്ടാണ് 2.5 ഇഞ്ച് എടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാം. നമ്മൾ ബാക്ക് നെക്കിൻ്റെ വീതിയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി. 1/2 ഇഞ്ച് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ഒരു കുഞ്ഞ് കേവ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരു റൗണ്ട് നെക്കിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. 5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 5.5 ഇഞ്ച് എടുത്തിട്ട് അത് നമുക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം മാർക്ക് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു പോയിന്റ് മുതൽ 5.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആം ഹോളാണ്. സാധാരണ നമ്മൾ എത്രയാണോ ഷോൾഡർ എടുക്കുക അത് തന്നെയാണ് ആം ഹോൾ മാർക്ക് ചെയ്യുക. എന്നാൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടി ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം ഹൈനെക്കൊക്കെ ചെയ്യുമ്പോൾ ടൈറ്റായി നിൽക്കാതിരിക്കാനും അതുപോലെ കോഡ് സെറ്റിനൊക്കെ കുറച്ച് ലൂസ് ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ 2 പോയിന്റുകളും തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ആം ഹോൾ ഷേപ്പ് ചെയ്ത് കിട്ടാനാണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതാ ആ ഒരു ആം ഹോൾ മാർക്ക് ചെയ്തതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യാനാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നും ദാ ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാണ് കേട്ടോ വേണ്ടത്. ഇവിടെ നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നില്ല. അത് പിന്നീട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ബാക്ക് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഭാഗം ബാക്ക് നെക്ക് മാത്രം എടുത്തിട്ട്, അതായത് ബാക്ക് പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. ബാക്കി ഷോൾഡർ സ്ലോപ്പും അതുപോലെ തന്നെ ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്യുക. ഷേപ്പൊന്നും പിന്നെ വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ അങ്ങ് മാറ്റാം. ശേഷം ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ വീതിയാണ് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. നമ്മൾ ബാക്ക് നെക്കിന് ചെയ്ത പോലെ തന്നെ ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് മാർക്ക് ചെയ്ത 1 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വേണം 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. കറക്റ്റായിട്ട് ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കണം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് 3 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. കോളറൊക്കെ വരുമ്പോൾ കറക്റ്റായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ ഒരു ബോക്സ് ആക്കാം. ബോക്സ് ആക്കിയതിന് ശേഷം ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് നെക്ക് നമുക്ക് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ മാർക്ക് ചെയ്ത 1 ഇഞ്ച് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ താഴ്വശത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ബോഡി കട്ടിംഗ് ഒക്കെ പൂർത്തിയായി. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ അളവ് ഇതുപോലെ കറക്റ്റായിട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് എടുക്കാം. എനിക്കിവിടെ 8 ഇഞ്ചാണ് കിട്ടുന്നത്. 8 ഇഞ്ച് വേണ്ട, അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് 7 ഇഞ്ച് എടുത്താൽ മതി. സ്ലീവ് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തു. ശേഷം ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 4ആയിട്ടാണ് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് വരുന്നത്. സ്ലീവിന് ഏത് രീതിയിൽ ഫോൾഡ് ചെയ്താലും കുഴപ്പമില്ല, 4 പീസായിരിക്കണം. ഇനി നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കുട്ടികളുടേതായതുകൊണ്ട് 2.5 ഇഞ്ച് മതിയാവും. ശേഷം മുകളിൽ നിന്നും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ, സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ്. ഇനി നമുക്ക് ഇറക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 18 ഇഞ്ച്. അതിൻ്റെ കൂടെ മുകളിൽ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് 18.5. താഴ്വശം 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 19 ഇഞ്ച്, ടോട്ടൽ 19 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത്. അതെടുക്കുക. ഇനി നമുക്ക് താഴ്വശത്തെ വീതി എടുക്കണം. താഴ്വശത്തെ വീതി എന്ന് പറയുന്നത് ഇതുപോലെ സ്ലീവിൻ്റെ എൻഡ് വരുന്ന ഭാഗത്തെ അളവെടുക്കുക. കുറച്ച് ലൂസിലെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നേർപകുതി എടുക്കുക. 8 ഇഞ്ചാണ് കിട്ടിയത്. നേർപകുതി എന്ന് പറയുന്നത് 4 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 5 ഇഞ്ച് ഞാനിതാ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി തൊട്ട് മുകളിലായിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ചും കൂടി മുകളിലായിട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ 7 ഇഞ്ചും ആയി. ഇനി നമ്മളിതാ നേരെ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക കേട്ടോ, സെൻറ്റർ പോയിന്റ് മനസ്സിലാവാനാണ്. ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഫ്രണ്ട് പോർഷനാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ റോങ് സൈഡ് മുകളിൽ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് ക്യാൻവാസിൻ്റെ ഷീറ്റ് 1 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റോള് വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിയാലും മതി. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഷൈനിങ് വരുന്ന ഭാഗമാണ്. ആ ഷൈനിങ് വരുന്ന ഭാഗം നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ സൈഡിൽ റോങ് സൈഡിൽ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക.
ശേഷം നന്നായി ചൂടായിട്ടുള്ള അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഷൈനിങ്ങുള്ള ഭാഗം ഒരു ഗ്ലൂ എഫക്റ്റ് ആണ്, അത് അവിടെ നന്നായി ഒട്ടി കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യൊന്നും വേണ്ട കേട്ടോ, ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഭംഗി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അയൺ ചെയ്തതിന് ശേഷം കറക്റ്റ് ആ 1 ഇഞ്ച് വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നമ്മൾ എക്സ്ട്രാ എടുത്ത ആ 1 ഇഞ്ചാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അവിടെയും ഒന്ന് നന്നായിട്ട് അയൺ ചെയ്യുക. അങ്ങനെ അയൺ ചെയ്യുമ്പോൾ ആ ഒരു ഫോൾഡിങ്ങിൻ്റെ ലൈൻ അവിടെ വരികയും അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും കേട്ടോ. പിന്നീട് ബട്ടൺ ഹോളും ഒക്കെ വരുമ്പോൾ അത് പിന്നീട് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഞാനിവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ എടുക്കാം. ബാക്ക് പോർഷൻ്റെ നല്ല വശം മുകളിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെയും നല്ല വശമാണ് കേട്ടോ വെക്കേണ്ടത്. എന്നിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പോർഷൻ്റെ 2 പീസും ഇതുപോലെ ഷോൾഡറിൽ വെച്ചിട്ട് 2 ഷോൾഡറിൻ്റെ സൈഡും 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് പോർഷൻ്റെ നമ്മളിപ്പോൾ അയൺ ചെയ്തെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ നല്ല സൈഡിലേക്ക്, അതായത് ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ക്യാൻവാസ് വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരു മടക്ക് വരുന്ന ഭാഗം കണ്ടോ, ആ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് താഴോട്ടും 1/2 ഇഞ്ച് വീതിക്കും, അതായത് നീളത്തിലും വീതിക്കും ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഒരു ബോക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് നമുക്ക് തിരിച്ചിടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അവിടെ ഒരു L ഷേപ്പിൽ നമുക്ക് കിട്ടും. കോളർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, അവിടെ ഒരു L ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തെ അളവെടുക്കണം കേട്ടോ. അളവെടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ ആ ഒരു L ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ റൗണ്ട് എടുത്തിട്ട് മറ്റേ സൈഡ് വരെയുള്ള അളവെടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിന്റിൽ ടാപ്പ് വെച്ചിട്ട് സാവധാനം പതുക്കെ മൂവ് ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് അങ്ങ് ചെയ്യരുത്. അളവിൽ ചെറിയ വേരിയേഷൻ വന്നാൽ പോലും അത് കോളറിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നിന്നും ഇതുപോലെ കറക്റ്റ് പിടിച്ചിട്ട് ബാക്ക് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ക്ലോത്തോ അല്ലെങ്കിൽ ടേപ്പോ ഒന്നും വലിച്ചു പിടിക്കരുത്. ഒക്കെ ലൂസാക്കി ഫ്രീ ആയിട്ട് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ പതുക്കെ മൂവ് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ ആ L ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ടോട്ടൽ 14 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ പേപ്പർ ക്യാൻവാസ് 2ആയി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കിട്ടിയ 14 ഇഞ്ചിൻ്റെ നേർപകുതി എടുക്കണം. അപ്പോൾ 7 ഇഞ്ചാണ് കിട്ടിയത്. ആ 7 ഇഞ്ച് നമുക്ക് ക്യാൻവാസിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൃത്യമായി വെച്ചിട്ട് താഴ്വശത്താണ് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നേരെ മുകൾ വശത്ത് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കൃത്യമായിട്ട് നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. 1 ഇഞ്ച് നോർമലി അളവായി മാർക്ക് ചെയ്യാം. ശേഷം അത് രണ്ടും തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 2.25 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ കട്ട് ചെയ്ത ക്യാൻവാസിനെ നമ്മൾ ഇതുപോലെ ക്ലോത്തിൻ്റെ റോങ് സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. ഷൈനിങ് ഉള്ള ഭാഗമായിരിക്കണം ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്ലോത്തിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴ്വശം കണ്ടോ, ആ താഴ്വശത്ത് ഒരു 1/2 ഇഞ്ച് വരുന്നുണ്ട്. ആ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ക്ലോത്ത് 2ആക്കി എടുക്കാം. ഇനി ചെയ്യേണ്ടത് കറക്റ്റ് ആ ക്യാൻവാസ് വരുന്ന ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്യാൻവാസിൻ്റെ മുകളിലാവാൻ പാടില്ല, ക്യാൻവാസ് വിട്ട് ദൂരവും പോവാൻ പാടില്ല. കറക്റ്റ് ആ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ ആ ക്യാൻവാസിൻ്റെ അളവിൽ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 2 സൈഡിൽ നിന്നും ഇതുപോലെ എക്സ്ട്രാ വരുന്ന ക്ലോത്തുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. താഴ്വശത്ത് വരുന്ന ഭാഗവും കട്ട് ചെയ്തിട്ട് ഈ ഒരു കോണ് വരുന്ന ഭാഗത്ത് കുഞ്ഞു കട്ടിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ കോണ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒരു സിസറോ എന്തെങ്കിലും ഒരു ഷാർപ്പ് എഡ്ജ് വരുന്ന ഒരു പീസ് എടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം. നല്ല ഫിനിഷിങ്ങിൽ കൊണ്ടുവരണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2 സൈഡും അതുപോലെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇത് വലിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന്
സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒരു പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ നെക്ക് പോർഷനിലേക്ക് കോളറിൻ്റെ ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് ഡ്രസ്സിൻ്റെ റോങ് സൈഡ് എടുക്കാം കേട്ടോ, അതായത് ക്ലോത്തിൻ്റെ മോശം വശം എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, നമ്മൾ ആ എൽ ഷേപ്പ് ചെയ്ത ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തു നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാൻവാസ് വെച്ച ഭാഗമല്ല, മറ്റേ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം കഴുത്തിൻ്റെ റോങ് സൈഡിൽ വെച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്യാൻവാസ് വെച്ച ഭാഗമല്ല, മറ്റേ ഭാഗമാണ്. നമ്മളവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി വിട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗം അതിൻ്റെ നല്ല വശം നമ്മുടെ നെക്കിൻ്റെ മോശം വശത്താണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ക്ലോത്തും വലിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. സാവധാനം ചെയ്താൽ മതി, ഒറ്റയടിക്ക് വലിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ നെക്ക് മുഴുവനായും റൗണ്ട് ചെയ്യുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്ത് മറ്റേ സൈഡിൽ ആ ഒരു എൽ ഷേപ്പ് വരുന്നതിൻ്റെ ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ നല്ല ഭാഗത്തേക്ക് കോളറിൻ്റെ മറ്റേ ഭാഗം, അതായത് ക്യാൻവാസ് വെച്ച ഭാഗം വെച്ചിട്ട് അവിടെ നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്തതാണല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കോളറിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പൂർത്തിയായി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ആം ഹോൾ എടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെച്ച് കൊടുക്കുക. നല്ല വശം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സെൻറ്റർ പോയിൻറ്റിൽ നിന്നും ഇതുപോലെ ഒരു സൈഡിലേക്ക് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറ്റേ സൈഡിലേക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം സ്ലീവ് ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്തിട്ട് 1 ഇഞ്ച് വിട്ട് നമുക്ക് സ്ലീവ് മുതൽ താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടത്, അതിനനുസരിച്ചിട്ട് ഇതാ 1 ഇഞ്ച് വിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറ്റേ സ്ലീവും ആ ഒരു സൈഡും ഇതുപോലെ തന്നെ 1 ഇഞ്ച് വിട്ടിട്ട് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴ്വശം 1 ഇഞ്ച്, അതായത് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ 1 ഇഞ്ച് വരുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു ബട്ടണും വെച്ചിട്ട് ബട്ടൺ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ക്ലോത്ത് കവർ ചെയ്തിട്ട് പഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ ബട്ടൺ ഉണ്ടാക്കിയത്. അതുപോലെ ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ക്ലോത്ത് ഇവിടെ ഞാൻ ഇതാ 2ആയി ഫോൾഡ് ചെയ്തു. വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ക്ലോത്ത് 4ആക്കി ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി 1 ഇഞ്ചാണ്. ആ 1 ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം മുകളിൽ 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ 1.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിനൊരു ലൈനാക്കി എടുക്കാം. നിങ്ങൾ ചിലപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1.5 പ്ലസ് 1/2 ഇഞ്ച് എക്സ്ട്രാ അങ്ങനെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു മാർക്കിങ്ങിൽ നിന്നും താഴേക്ക് വേണം മാർക്ക് ചെയ്യാൻ. എനിക്ക് ടോട്ടൽ ഇറക്കം വേണ്ടത് 28 ഇഞ്ചാണ്. അതുപോലെ താഴ്വശം ഫോൾഡ് ചെയ്യാൻ 1 ഇഞ്ചും വേണം. അപ്പോൾ 29 ഇഞ്ച്. ആ 29 ഇഞ്ച് നമ്മൾ നേരത്തെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരവണ്ണം എടുക്കാം. കറക്റ്റ് നമ്മൾ എവിടെയാണോ പാൻറ് ഇടുന്നത് ആ ഭാഗത്തെ വണ്ണം ഇതുപോലെ എടുക്കാം കേട്ടോ. ടൈറ്റായിട്ടും എടുക്കേണ്ട ലൂസായിട്ടും എടുക്കേണ്ട, കറക്റ്റായിട്ടുള്ള ഒരളവാണ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 24 ഇഞ്ചാണ്. 24ൻ്റെ 4ൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 6 ഇഞ്ച്. ക്ലോത്ത് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ അരവണ്ണത്തിൻ്റെ 4ൽ 1 എടുക്കുക. ശേഷം ഒരു 4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നത് നമ്മൾ തയ്യൽ തുമ്പ് വേണം, അതുപോലെ ലൂസ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ 10 ഇഞ്ചാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. ആ 10 ഇഞ്ച് ഇതാ മുകളിൽ ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്ക് ക്രോച്ച് മാർക്ക് ചെയ്യണം. ക്രോച്ച് എന്ന് പറയുന്നത് ആ ഒരു പാൻറ്റിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതാണ്. അത് നമുക്ക് കിട്ടിയ അരവണ്ണത്തിൻ്റെ 3ൽ ഒരു ഭാഗമാണ് എടുക്കേണ്ടത്. അങ്ങനെ 24ൻ്റെ 3ൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 2 പോയിന്റും തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ശേഷം ഈ ഒരു പോയിന്റിൽ നിന്നും പുറത്തോട്ട് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. തടിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും താഴ്വശത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴ്വശം നമുക്ക് ഏതാണ്ട് ഒരു 8.5 അല്ലെങ്കിൽ 9 ഇഞ്ച് മതിയാവും കേട്ടോ. ഇപ്പം നമ്മൾ അതും ഇവിടെ കൃത്യമായിട്ട് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റും താഴെ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു പോയിന്റിലൂടെ
ഫസ്റ്റ് നമുക്ക് ക്രോച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ക്രോച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ താഴ്വശത്ത് നിന്നും മുകളിലേക്ക് ആ മാർക്ക് ചെയ്ത ലൈനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ പാൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് 2 പീസാണ് ഇതിൽ കിട്ടുന്നത്. ആ 2 പീസിൽ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിൻ്റെ നല്ല വശം മുകളിൽ വെക്കുക. ശേഷം മറ്റേ പീസ് എടുത്തിട്ട് ആ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. മറ്റേ പീസിൻ്റെയും നല്ല വശമാണ് വെച്ച് കൊടുക്കേണ്ടത്. ശേഷം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് 2 ക്രോച്ചും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഏറ്റവും താഴ്വശം കണ്ടോ, ആ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 കാലും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ ഇതിനെ ഒന്ന് സെപ്പറേറ്റ്, അതായത് 2 കാലും സെപ്പറേറ്റ് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴ്വശം മുതൽ ഇതുപോലെ നമുക്ക് മുകളിലേക്ക് ആ ക്രോച്ചിൻ്റെ ഭാഗം ഉൾപ്പെടെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് നമുക്ക് 1 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് വിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ശേഷം ഇതിൻ്റെ മുകൾ വശം ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, പിന്നീട് 1 ഇഞ്ച് ഫോൾഡ് ചെയ്തെടുക്കുക. കാരണം 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് ഇടുന്നത്. എന്നിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുറച്ച് ഭാഗം അവിടെ വിട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമുക്കവിടെ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുക്കണം. ഇലാസ്റ്റിക് ബാൻഡ് 1 ഇഞ്ച് വീതിയിലാണ് വരുന്നത്. നീളം എന്ന് പറയുന്നത് നമ്മൾ അരവണ്ണത്തിൽ നിന്നും 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 21 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 3 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തത്. ശേഷം ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നിൽ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടിട്ട് ആ ഒരു ഹോളിലൂടെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ 2 പീസും ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചിട്ട് നന്നായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ക്ലോത്തിൻ്റെ ഓപ്പണിങ് വരുന്ന ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് അടിപൊളിയായി ഒരു കോട്ട് സെറ്റായിട്ടോ അല്ലെങ്കിൽ നൈറ്റ് ഡ്രസ്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു കിഡ്സ് ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഒക്കെ ഇട്ട് ഇലാസ്റ്റിക് ബാൻഡൊക്കെ വെച്ചിട്ടാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ബിഗിനേഴ്സിനും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ, ടേക്ക് കെയർ.